ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോകാം. HSC റിക്രൂട്ട്മെന്റ് ഫ്രീസിനെ കുറിച്ച് ഇതുവരെയായിട്ടും അറിയാത്തവർക്ക് വേണ്ടി ഇൻ ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് നവംബർ 2023 മുതൽ HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺസൾട്ടൻസ്, ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ്, 2023 ഗ്രാജുവേറ്റ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഏരിയാസിലും റിക്രൂട്ട്മെന്റ് ഫ്രീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പൊ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ പോസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ അത്രയും ആവശ്യം വരുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. എന്നാലും വലിയ ഹ്യൂജ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല. സ്റ്റിൽ ഫ്രീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ HSCയിൽ തന്നെ ഉള്ള സ്റ്റാഫ് നഴ്സുമാർക്ക് മാനേജറിയൽ പൊസിഷനിലേക്ക് ഇന്റർവ്യൂ നടത്തി സെലക്ട് ആയവർ പോലും വെയിറ്റിംഗിലാണ് ഈ HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് കാരണം. അത് കഴിഞ്ഞിട്ടേ അവർക്കും പോസ്റ്റിംഗ് ആകത്തുള്ളൂ. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്, ചിലര് സെലക്ട് ആകുന്നുണ്ട്. സെലക്ട് ആയെങ്കിൽ തന്നെയും പലർക്കും പിന്നീട് മെസ്സേജ് വരും, ഇപ്പൊ ഒരു ലോങ് ഡിലേ ഉണ്ട് ഈ റിക്രൂട്ട്മെന്റ് ഫ്രീസ് കാരണം, എന്നത്തേക്ക് വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പിന്നെ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട് കോൾ വരും. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സെലക്ട് ആയവർക്ക് അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് കാരണം ഒത്തിരി ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതല്ലാതെ പേഷ്യൻസിന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. പ്രോപ്പറായിട്ട് സ്റ്റാഫിംഗ് ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് ഒക്കെ നീണ്ടു പോകുന്നുണ്ട്, ഡിലേ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി ഇഷ്യൂസ് നടക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതും അറിയാൻ മേലാത്തതുമായിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പൊ റീസെന്റ് INMയുടെ ഒരു മീറ്റിംഗിൽ ഹെൽത്ത് മിനിസ്റ്റർ അനൗൺസ് ചെയ്തു, ഈ ഒരു പ്രോബ്ലത്തിന് ഉടനടി ഒരു പരിഹാരം കാണും. ഈ ഒരു പ്രോബ്ലത്തെ കുറിച്ച് അവരവരുടെ ക്യാബിനറ്റ് കൊളീഗ്സുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നുണ്ട്, നിരന്തരമായിട്ടുള്ള ചർച്ച നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു സൊല്യൂഷൻ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഫ്രീസ് ആ സാഹചര്യത്തിൽ ആവശ്യമായിരുന്നു എന്നാണ് ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നത്. കാരണം 6000 സ്റ്റാഫുമാരെ അപ്പോയിന്റ് ചെയ്യേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ വർഷം 8000 സ്റ്റാഫുമാരെ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ഒരു 2000 സ്റ്റാഫുമാരെ അധികമാണ്. സോ അതുകൊണ്ട് ഫണ്ടിങ്ങിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം വന്നു. ആ ഒരു കാര്യം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റിക്രൂട്ട്മെന്റ് ഫ്രീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ റിക്രൂട്ട്മെന്റ് ഫ്രീസ് എൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒത്തിരി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒത്തിരി പേര്, അതായത് പേഷ്യൻസ് കുറെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാഫുമാർ ആവശ്യപ്പെടുന്നുണ്ട് റിക്വസ്റ്റുകൾ. അത് ഒത്തിരി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ ഒത്തിരി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കേൾക്കുന്നവർക്ക് തോന്നാം, ഇതൊക്കെ ഉള്ളതാണോ, വല്ല ചർച്ചകളും നടക്കുമോ, ഈ സംഭവമൊക്കെ എന്തെങ്കിലും അവസാനിക്കുമോ, റിക്രൂട്ട്മെന്റ് ഫ്രീസ് ഒക്കെ കഴിഞ്ഞിട്ട് അയർലൻഡിലേക്ക് ജോലിക്ക് വരാൻ പറ്റുമോ? പിന്നെയുള്ള പലരുടെയും ഡൗട്ടാണ്, ഈ അയർലൻഡ് ഒക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഉള്ള സമയം കൊണ്ട് UK, ഓസ്ട്രേലിയ ഒക്കെ നോക്കണോ, അതോ റിക്രൂട്ട്മെന്റ് ഫ്രീസ് ഇങ്ങനെ കണ്ടിന്യൂ ആകത്തേ ഉള്ളൂ? നിങ്ങളെ പോലെ തന്നെ ഡൗട്ട്സ് ഉണ്ട് എനിക്കും. പക്ഷെ റീസെന്റ് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഇന്റർവ്യൂസിന്റെ കാര്യം മാത്രമല്ല, ഓരോ പേഷ്യൻസ് കംപ്ലൈന്റ് ആയിട്ട് ലെറ്റേഴ്സ് ഒക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഫ്രീസ് കാരണം ഒത്തിരി പ്രോബ്ലംസ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. സോ അതിന്റെയൊക്കെ ഒരു കുട്ടി വീഡിയോ ക്ലിപ്പിംഗ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഫുൾ കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ലോങ് ആവും, പിന്നെ അത് ഭയങ്കര ബോറിംഗ് ആവും. അതുകൊണ്ട് മെയിൻ ഭാഗം, ഈ റിക്രൂട്ട്മെന്റ് ഫ്രീസിന്റെ കാര്യം പറയുന്ന ലാസ്റ്റ് പോർഷൻസ് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Are very clear on the impact that the recruitment embargo is having on the health service, not just on them, but also on their patients. Yesterday, the Nurses and Midwives Trade Union, the INMO, published the results of its member survey. It tells us that 70% of nurses and midwives said that they were concerned that patient safety was now at risk as a result of staffing shortfalls. Sarah contacted us. She's a recently graduated care professional who said, "It's horrible to have to sit in interviews only then to be told at a later stage, sorry, there is no job because of the embargo." Dylan contacted us. He said that he would love to come back home to Ireland and work as a nurse, but it's impossible to get a job because of your embargo. It is impacting every area of our health service. We're contacted by another speech and language therapist who was offered a dream job last year, and everyone in this house knows that if we need one thing, it's more speech and language therapists. She's working through an agency while waiting for the contract to come through for the HSE, but now she's told that the job that was offered to her has been withdrawn as a result of the recruitment embargo. It is patients and staff who are suffering as a result of this. It is trained professional health service staff who want to come home that are now being locked out of that opportunity because of this. So can I ask you, when is your government going to get its act together? And will you lift
the recruitment embargo that is so badly damaging our health service and locking so many of our trained health professionals out of a potential to work in our health service, to roll up their sleeves and to care for the people that they're trained to care for. ഇനി നീവ് എന്ന് പറഞ്ഞൊരു പേഷ്യന്റിന്റെ കാര്യം അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ കാണാം. അത് ഗൈനക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം ആയിട്ട് വന്ന പേഷ്യന്റ് കുറെ നേരം ലോങ് വെയിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ട വന്നു. അപ്പൊ അതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് അതിന്റെ പറയുന്നത്. അതിലും ഈ പേഷ്യന്റ് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഫ്രീസ് കാരണമാണ് ഈ ഇഷ്യൂ, അത് സോൾവ് ചെയ്യണമെന്നാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. Neve can't believe she survived. She kept thinking, what's going to happen to my baby son if I don't survive? It was deeply traumatizing for her and her family. Neve told me, I don't blame anyone. There was too much pressure on them. They weren't even able to handle the amount of people at 6 a.m. I'm lucky I went in early in the morning. If I'd gone later, I don't know if I'd still be here. The chaos Neve experienced in GOH is not unique. In the last 3 years, the overcrowding alert was activated more times than any other hospital. The hospital was clearly understaffed. The workers were run off their feet. There clearly wasn't enough beds. Tanisha, stories like Neve's are why your recruitment embargo is so dangerous. Lift this recruitment embargo, fund the 1,500 beds that our hospital need, deliver the elective centre for the West, invest in our local health services. This is the only way to tackle overcrowding. But Minister Tanisha, I could ask you plenty of questions about the health service, but I'll leave that to Neve, who wanted me to ask you. People are dying needlessly in our emergency departments. I could have been one of them. We need change. What is it going to take for change to happen? Tanisha, what is it going to take? ഇനിയുള്ളത് ദന്തൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയും കൂടെ ഒന്ന് കാണാം. The recruitment embargo is still in place at this point. While the embargo is in place, no additional staff will be appointed. So I put it to you again. There's 100 children that have been failed by your government, by a government decision to implement a recruitment embargo that makes sure that there will be no additional dental staff employed outside of a consultants. What are you going to do about it? What are you going to do about it? Because we have told you what needs to be done. You need to lift the ludicrous recruitment embargo that is failing our children so badly, and you need to train more dentists. സോ ഇങ്ങനെ കുറെ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പ്രോബ്ലം HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് ആണ്. അപ്പൊ ഇത് ഉടനടി എൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ചർച്ചകളും ഈ മീറ്റിങ്ങുകളും എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഉടനടി ഇതിനൊരു സൊല്യൂഷൻ കാണുമെന്നുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.